വൺ തോട്ട് ഫോർ ദ ഡേ. ഇന്നത്തെ തോട്ട് ഗാർലിക്കിനെ കുറിച്ചാണ്. ഗാർലിക് എന്ന് പറയുമ്പോൾ നമ്മുടെ വെളുത്തുള്ളി പൊതുവെ അതിൻ്റെ മണം കാരണം പലർക്കും ഇഷ്ടമല്ല അല്ലേ. പക്ഷേ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് വെളുത്തുള്ളി. അത് പച്ചയ്ക്ക് തിന്നണോ അതോ കുക്ക് ചെയ്തിട്ട് തിന്നണോ? അതിൽ പച്ചയ്ക്ക് തിന്നണ അത്രയ്ക്ക് അങ്ങോട്ട് സജസ്റ്റ് ചെയ്യുന്നില്ല. അത് ആസിഡിറ്റി ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് പച്ചയ്ക്ക് അധികം തിന്നരുത്. അത് ഉള്ളവർ കഴിയുന്നതും ഒഴിവാക്കുക. ഗാർലിക് പൊതുവേ നമുക്ക് ആൻറ്റി ബാക്ടീരിയലും ആൻറ്റിസെപ്റ്റിക് ആയിട്ടാണ് നമുക്ക് കൂടുതൽ പരിചയം. അത് മിനറൽസ്, അതായത് ഫോസ്ഫറസ്, സിങ്ക്, പൊട്ടാഷ്യം, മഗ്നീഷ്യം, പിന്നെ വിറ്റാമിൻ സി, വിറ്റാമിൻ കെ, വിറ്റാമിൻ B6, ഫോളേറ്റ്, ആസിൻ, തയാമിൻ ഒക്കെ അടങ്ങിയതാണ്. ഗാർലിക്കിൽ ഈ പല മാംഗനീസ്, സെലേനിയം, കാൽഷ്യം, കോപ്പർ, അയൺ ഒക്കെ അടങ്ങിയതുകൊണ്ട് തന്നെ അത് കോഫ് ആൻഡ് കോൾഡിന് ഒക്കെ നല്ലതാണ്. അത് അതിൻ്റെ കുട്ടികൾക്കായാലും ഗാർലിക്കിൻ്റെ ഒക്കെ കോൾഡ് കുറയ്ക്കാൻ സഹായിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ കാർഡിയക് ഹെൽത്തിന് വളരെ നല്ലതാണ്. LDL കൊളസ്ട്രോൾ കുറച്ചിട്ട് ഹാർട്ട് ഫങ്ഷനെ അത് ഇമ്പ്രൂവ് ചെയ്യുന്നു. ബ്ലഡ് ക്ലോട്ട്സും ത്രോംബോസിസും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈപ്പർ ടെൻഷനുള്ള പേഷ്യൻസിനും ഹാർട്ട് പേഷ്യൻസിനും ഇത് വളരെ നല്ലതാണ്. പക്ഷേ നിങ്ങൾ വേറെ മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ സജഷൻ അനുസരിച്ച് മാത്രം ഇത് ഉപയോഗിക്കുക. ബ്രെയിൻ ഫങ്ഷന് ഇത് നല്ലതാണ്. ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ ആൽസിമേഴ്സിനും ഡിമെൻഷ്യയിലും ഒക്കെ നല്ലതായിട്ട് വരുന്നുണ്ട്. ഡൈജഷന് വളരെയധികം നല്ലതാണ്. അത് ഇൻറ്റസ്റ്റൈനിലെ ഇൻഫ്ലമേഷൻ ഒക്കെ കുറയ്ക്കുകയും ഗുഡ് ബാക്ടീരിയനെ പ്രൊമോട്ട് ചെയ്യും. ബാഡ് ബാക്ടീരിയനെ അത് ഡിസ്ട്രോയ് ചെയ്യുന്നതുകൊണ്ട് അത് നല്ലതാണ്. ബ്ലഡ് ഷുഗർ ബാലൻസ് ചെയ്യുന്നുണ്ട്. ഇമ്മ്യൂണിറ്റി അത് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻഫെക്ഷൻസിനെയൊക്കെ മാറ്റി നിർത്തി ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നു. ഐ ആൻഡ് ഇയർ ഇൻഫെക്ഷൻസിന് അത് വളരെ നല്ലതാണ്. ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ അത് നല്ലതാണ്. ഇതേ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ സ്കിൻ ഹെൽത്തിനും നല്ലതാണ്. സോറിയാസിസ്, റാഷസ്, സ്കിൻ ബ്ലിസ്റ്റേഴ്സ്, പിന്നെ കോൾഡ് സോഴ്സ് അങ്ങനത്തെയൊക്കെ ഇതിന് അത് വളരെ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. UV റേസിന് എഗെയിൻസ്റ്റും ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഏജിങ്ങിനെ സ്ലോ ഡൗൺ ചെയ്യുന്നു. പ്രോസ്റ്റേറ്റ്, ബ്ലാഡർ, സ്റ്റൊമക്ക്, ലിവർ, കോളൻ ക്യാൻസർ ഇതിനെയൊക്കെ ഇത് എഫക്റ്റീവായിട്ട് തടഞ്ഞു നിർത്തുന്നുണ്ട്. പക്ഷേ ചെറിയ ക്വാണ്ടിറ്റീസിൽ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഗാർലിക് ഒരുപാട് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. വെയ്റ്റ് ലോസിന് ഇത് വളരെ നല്ലതാണ്. എഡിപ്പോസ് ടിഷ്യൂ ഫോർമേഷനെ അത് കുറയ്ക്കുന്നു. അതേപോലെ ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നത് അത് കുറയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ അത് ഫാറ്റ് ബേണിങ്ങും ആണ്. അതേപോലെ LDL കൊളസ്ട്രോളിനെ കുറയ്ക്കുകയും ചെയ്യുന്നു. കാൽഷ്യം എല്ലാം അടങ്ങിയിട്ടുണ്ട്. അത്ലറ്റിക് പെർഫോമൻസിനെ ഇത് ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് ഒരു സ്റ്റഡിയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ എക്സസൈസിങ് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്തതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഗാർലിക്കിൻ്റെ കുറേ ഗുണങ്ങൾ. ഈ എക്സസൈസ് ചെയ്തിട്ട് ഫെറ്റീഗ് ഉണ്ടാവുന്നതിനും ഈ ജപ്പാനിൽ നടന്ന ഒരു സ്റ്റഡിയിൽ ഇത് വ്യത്യാസം വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ബ്ലഡ് ടോക്സിസിറ്റിയും കുറയ്ക്കുന്നു. പിന്നെ ഈസ്ട്രോജൻ ഡെഫിഷ്യൻസി ഒരുപാട് കുറയ്ക്കുന്നുണ്ട്. ഇത് മെനോപോസ് കഴിഞ്ഞിട്ടുള്ള ഈസ്ട്രോജൻ പ്രൊഡക്ഷനെ ഒരു പരിധി വരെ അത് ശരിക്കും കൺട്രോൾ ചെയ്തിട്ട് മെനോപോസൽ ഇഷ്യൂസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് റിലേറ്റഡ് കണ്ടീഷൻസിനൊക്കെ ഇത് നല്ലതായിട്ട് കാണുന്നുണ്ട്. ഹാർട്ട് ബ്ലോക്കിന് ഒക്കെ നല്ലതാണ്. അപ്പോൾ ഗാർലിക്കിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷെ അത് ശരിയായ രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് കാര്യം നടത്താം. അപ്പോൾ താങ്ക് യു വെരി മച്ച്.